ഇനി ശരിക്കും തേപ്പിന്റെ ഭീകരമായ നെഗറ്റീവ് വേർഷൻസ് ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി ഇതേപോലെ എന്തെങ്കിലും അനുവിന് തേപ്പ് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്ന തേപ്പുണ്ടോ? ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പെർട്ടിക്കുലർ നീഡ് ഉണ്ടാവുകയും ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സ്പേസ് ഒരു മനുഷ്യനിൽ നമ്മൾ കണ്ടെത്തുകയും അവര് തമ്മിലൊരു റിലേഷൻഷിപ്പ് ആവുകയും, അതായത് അവര് ബോധപൂർവ്വം അവർക്കറിയാം അവരിതിനു വേണ്ടിയിട്ടാണ്, അതായത് ആ ഒരു ഒറ്റ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ യൂസ് ചെയ്യാണ്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. അതായത് പലപ്പോഴും ഈ യൂസ് ചെയ്യാണെന്നുള്ള ഒരു ടേം തന്നെ മിസ്അണ്ടർസ്റ്റുഡ് ആണ്. ചിലപ്പോ യൂസ് ചെയ്യാത്ത ആളുകളും അങ്ങനത്തെ യൂസ് ചെയ്യാണെന്നൊക്കെ തെറ്റായിട്ടൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതൊരു വേറെ തന്നെ ഒരു വേർഷനാണ്, വേറെ തന്നെ ഒരു ടോപ്പിക്കുമാണ്. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽ പൊസിഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യലി ഓർ എന്തെങ്കിലും ആവട്ടെ, നമ്മളുടെ ഈവൻ നമ്മുടെ ഹാപ്പിനെസ്സിന് പോലും മെയിൻ ആവാൻ നമ്മുടെ ഷോ ഓഫിന് പോലും കോളേജിൽ ഇവന്റെ കൂടെ അതൊക്കെ ഒരു നീഡാണ്. നമ്മളുടെ മെന്റലി നമ്മൾക്ക് അപ്പം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു നീഡ് മാത്രമാണ്. അപ്പൊ അത് നമ്മൾക്ക് ബോധപൂർവ്വം അറിയുകയും എന്നിട്ട് അയാളുടെ ഇമോഷൻസ് അയാൾക്ക് ഹോപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കാം. അവരെ മാക്സിമം അതിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സ്നേഹം അഭിനയിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, അധികം ആർഗ്യൂ ചെയ്യില്ല. കാരണം അവർക്ക് പേടിയായിരിക്കും. ആർഗ്യൂ ചെയ്ത് ഇയാളിനി ഇട്ടിട്ട് പോയല്ലേ, എന്റെ ഈ ഒരു ചോയ്സ് അവസരം പോയില്ലേ എന്നുള്ളൊരു പേടിയാണ് അവർക്ക്. അപ്പോ ഇങ്ങനെയുള്ളവർ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും മറ്റേ ആളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. മറ്റേ ആൾക്ക് വേണ്ട രീതിയിൽ ഇയാൾ നിൽക്കും. കാരണം കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാമല്ലോ, കാര്യം കാണാൻ കാര്യം പിടിക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ അവർ അത് തന്നെ ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് അവര് മറ്റേ ആളപ്പോ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഇവര് ഫേക്കാണ്, അതായത് ഇവര് പ്രേമത്തിലാണെന്ന് നടിക്കുകയാണ്. അത് ഈസിയാണ് അവർക്ക്. അവർക്ക് ഉള്ളിൽ ഒരു കുറ്റബോധം ചിലപ്പോ തോന്നുന്നുണ്ടാവില്ല. അതെ, പ്ലാൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞു, അവരുടെ ഇതൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇവര് മനഃപൂർവ്വം അയാളുടെ ഇമോഷൻസിനെ പോലും വില വെക്കാതെ ആ ഒരു അയാളുടെ മെന്റൽ സ്റ്റേറ്റിനെ ഒന്ന് സമാധാനിപ്പിക്കുക പോലും ചെയ്യാതെ അതിനൊരു വാലിഡ് റീസൺ പോലും ചിലപ്പോൾ കൊടുത്തു എന്ന് വരില്ല. അവര് മാനിപ്പുലേറ്റ് ചെയ്തോ കള്ളം പറഞ്ഞോ ഒരുപാട് റീസൺസ് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ കേൾക്കാറുള്ള പക്ഷെ അതുപോലത്തെ ലൈക് സിമിലർ ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. എസ്പെഷ്യലി ഇന്ന് ജീവിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന ഒരു തട്ടിപ്പ് എന്ന് പറയാം. ഇത് വേറെ തന്നെ ഒരു സെക്ഷനാണ്. ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ ഞാൻ എന്റെ പേഴ്സണൽ സർക്കിളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഒരു മറ്റേ ആളുടെ സൈഡ് ചിലപ്പോൾ തകർത്തിട്ടായിരിക്കും ഇവര് പോകുന്നുണ്ടാവുക. അവരെ പറ്റി ആലോചിക്കുമ്പോൾ വേറൊരാള് പുറത്തുനിന്ന് ഇവരെ കാണുമ്പോ അയ്യോ ഇതെന്തൊരു ക്രൂരമാണെന്ന് ശരിക്കും ചിന്തിച്ചു പോകും. മാത്രല്ല മറ്റേ വ്യക്തിക്ക് അതിജീവിക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ അവർ വീണിട്ടുണ്ടാവും. അതെ അതെ, ആ ഒരു സാധനമുണ്ട്. ഈ തേപ്പ് നമുക്ക് എന്താ പറയാ, ഇത്തരം തേപ്പുകാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടേക്കണം. പക്ഷെ വേറൊരു അതിന്റെ ഒരു ഭീകരവശം എന്ന് പറയുന്നത് ഈ മറ്റേ ആൾക്ക് ഈ ഗീവർ പ്രൊവൈഡറിന് അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. മനസ്സിലാവില്ല, അവരത് അനുവദിച്ചുകൊണ്ടേയിരിക്കും. ഇത് അറിയുമ്പോ പോലും ആള് വേദനിച്ചുകൊണ്ട് ആ വ്യക്തിയെ കിട്ടേണ്ടത് കൊണ്ട് അല്ലെങ്കിൽ നിലനിൽക്കാതെ ഈ വ്യക്തിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം കൊണ്ട് എന്തും ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം ഉണ്ടായൊരു കാര്യം, എന്റെ ഒരു ഫ്രണ്ട് അവര് ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ ഒരാൾ തേച്ചു. അപ്പൊ തേച്ചിരിക്കെ മറ്റേ ആള് പറയുന്നൊരു ഇതുണ്ട്, എടാ കുറച്ച് നാളുകൂടെ നീ എന്നോട് സംസാരിക്കൂ, നമ്മള് നമ്മള് റിലേഷനിലല്ല, എനിക്ക് നിന്നേക്കാൾ കംഫേർട്ട് ആയിട്ട് എന്നെ അവതരിപ്പിക്കാൻ വേറെ ആളില്ല, അതുകൊണ്ട് ഞാൻ തേച്ച്, അതായത് എന്റെ ഈ തേപ്പെന്ന സങ്കടം ആ വ്യക്തി, അതായത് തേച്ചു എന്നത് അവളുടെ, അല്ലെങ്കിൽ അവള് അതിൽ നിന്ന് ഇല്ലാണ്ടായി എന്നുള്ള അവളുടെ സങ്കടം പറയാൻ പോലും അവനല്ലാതെ വേറെ ആളില്ല. അപ്പൊ അവള് പറയാണ്, സോ നീ എന്നെ കുറച്ച് ദിവസം കൂടെ കേൾക്കണം, എന്റെ ഈ സങ്കടം കൂടെ കേട്ടിട്ട് ഞാനൊന്ന് ഓക്കെ ആവട്ടെ. നമ്മൾ തേച്ചല്ലോ, അല്ലെ നമ്മൾ ബ്രേക്കപ്പ്, ഇത് നമ്മൾ ബ്രേക്കപ്പ് ഞാൻ പലപ്പോഴും പറയാം, രണ്ടുപേർക്കും അറിയാം ഇത് തേപ്പാണ്, ഇവൾക്കും അറിയാം ഇവനും അറിയായിരിക്കും. പക്ഷെ അതിജീവിക്കാനുള്ള ഒരു സമയം കെഞ്ചുന്ന മനുഷ്യര് ഉണ്ടാക്കാൻ മാത്രം മുറിവേൽപ്പിക്കുന്ന തേപ്പാ ഇത്. സോ ഇത്തരം തേപ്പുള്ള മനുഷ്യരെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ആ ഹോട്ടലിൽ പോലും നിങ്ങൾ ഇല്ല, അങ്ങനെയല്ലേ? ഓക്കെ, ഇത് എനിക്ക് തോന്നി ഒരൊറ്റ കാര്യം, 1-2 കാര്യം കൂടിയുണ്ട്. ഇത്ര ആളുകളെ തേക്കണമെന്നാണ് എന്റെ കൺഫ്യൂഷന്. അതായത് ഒരേ സമയം 2 പേരെ പ്രണയിക്കുക,
എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവനീ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും മുതിരുന്നു അവനും മുതിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പേഴ്സണൽ തിങ് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഹോപ്പ്ഫുള്ളി നമ്മൾ ചിലപ്പോൾ ഒരു മാരീഡിലേക്കൊക്കെ ആൾ റെഡി ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് ആൾ പറയണേ എനിക്ക് അവനെ ഇഷ്ടമാണ്, എനിക്ക് അവന്റെ കുറേ കാര്യങ്ങൾ, എനിക്ക് അവനെ ഭയങ്കര കാര്യമാണ്, യാത്ര പോകാൻ എനിക്ക് അവനെ കുറച്ചുകൂടെ കംഫർട്ടാണ്, ഒരുമിച്ച് ഒരു പുസ്തകം വായിക്കാൻ അവൻ കുറച്ചുകൂടെ ഓക്കെയാണ്. അപ്പൊ എന്നെ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. ഷോ അവിടെയൊന്നും ഞാൻ ഓക്കെ അല്ലല്ലോ, നന്നായിട്ടൊരു പുസ്തകം വായിച്ചു കൊടുക്കാൻ എനിക്ക് അറിയില്ലല്ലോ, നന്നായിട്ടൊന്ന് പാട്ട് പാടി കൊടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ അവൾ അവന്റെ കൂടെ പാട്ട് കേൾക്കാൻ പോകുന്നത്. സോ ഞാനത് സാക്രിഫൈസ് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, എന്റെ കോൺഫിഡൻസ് എനിക്ക് കുറഞ്ഞു പോകും. പക്ഷെ അവൾ എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ എല്ലാ കാര്യവും എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വേദനയോടെ കേട്ട് മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്ത് ഞാനിങ്ങനെ അനുഭവിക്കും. കാരണം അവള് പറയുന്നുണ്ടല്ലോ എന്നതാണ് എന്റെ ഇത്. അവൾ എന്നെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ ആസ് എ ഹ്യൂമൻ എന്ന് എനിക്കറിയില്ല, ആസ് എ മാൻ ഞാൻ വേദനിച്ച് പ്രണയിക്കുകയാണ്. അതായത് ആ മനുഷ്യനെ എനിക്ക് വേണം, എനിക്ക് മാത്രം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് സംഭവിക്കില്ലെങ്കിൽ എനിക്കും വേണം എന്നതുകൊണ്ട് ഞാൻ ഇതിനെങ്ങനെ നിലനിർത്തി കൊണ്ടുപോയിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ, വിഫല ശ്രമങ്ങൾ നടത്തും. ഇതിലൊരു പ്രശ്നം പലപ്പോഴും ഞാൻ മുന്നെപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനോഹരമായ മനുഷ്യരെ പ്രണയിക്കരുത്. കാരണം ഇതിനൊരു പ്രശ്നം, ആ വ്യക്തി തേച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രണയം, നിങ്ങൾക്ക് പിന്നെ പ്രണയിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അടുത്ത സ്ഥലത്തൊക്കെ ഈ മനുഷ്യന്റെ ഏതൊക്കെയോ സാധനം ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ സംസാരം, അവരുടെ ചിരി, അവരുടെ ഇത്, അവരുടെ ഓരോ സ്ഥലത്തും ഇത് വേറെ തന്നെ ഒരു സാധനം. എത്രത്തോളം എന്ന് വെച്ചാല് അവരുടെ മണം ഇല്ലേ, അതുപോലും നിങ്ങളെ ഭീകരമായ ആദിയിലേക്ക് ആഴ്ത്തും. അപ്പൊ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റാത്ത അത്രയും വലുപ്പത്തിൽ നിങ്ങളത് മുറിവേറ്റിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയത്തിലേക്ക് ഒന്നുകൂടെ വന്നാൽ, ഒരേ സമയം രണ്ടുപേരെ പ്രണയിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പ്രണയിക്കുമ്പോൾ തന്നെ വളരെ വാല്യൂ ചെയ്യുന്ന പ്രണയത്തിന്റെ ഒരു അനുഭവമുള്ള മറ്റൊരു മനുഷ്യനുമായിട്ട് ആ വ്യക്തി തുടരുകയോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളൊരു കാര്യം സെൽഫ് റെസ്പെക്ട് ആണ്. അതായത് ഈ പ്രണയത്തിനും മേലെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിനേക്കാളും മേലെയാണ് നമ്മളോടുള്ള റെസ്പെക്റ്റും സ്നേഹവും നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതെല്ലാം ഇൻഡിവിജ്വലും, വെദർ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിലും സ്നേഹിക്കാതിരിക്കുകയാണെങ്കിലും പ്രേമത്തിലാണെങ്കിലും പ്രേമത്തിലല്ലെങ്കിലും എന്ത് സിറ്റുവേഷനിലായാലും ഓരോ മനുഷ്യരും അത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് നമ്മൾക്കൊരു വാല്യൂ നമ്മൾ കൽപ്പിക്കണം. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടത് ഇതാണ്, ലൈക്ക് എന്നെ ഇതില് ലൈക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളല്ല എന്റെ ലൈഫില് ഇത്രയ്ക്ക് ഒരു തരം താഴ്ന്ന, അല്ലെങ്കിൽ തരം താഴ്ന്നൊന്നും ഒരിക്കലും ഞാൻ അത് മോശമായിട്ട് പറയല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സിനാരിയോയിലുള്ള ഒരു സ്നേഹമല്ല എനിക്ക് വേണ്ടത്. ഞാൻ കുറച്ചും കൂടി ലവ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി എന്റെ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന, അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പ് സംഭവിക്കുമ്പോഴാണല്ലോ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുക, അല്ലെങ്കിൽ നമ്മൾ അതിനാണല്ലോ ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് എന്ന് പറയാം. അങ്ങനെ ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പാണ് എനിക്ക് വേണ്ടതെന്ന് അവനവനെ തന്നെ തോന്നിയും അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ ആലോചിക്കുക, ലൈക്ക് ഗീവ് എ സേഫ് സ്പേസ്. നമ്മൾ കുറച്ച് ഒരു ബ്രേക്ക് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് അവരില്ലാതെ നമ്മൾ എങ്ങനെ ഇത് മുന്നോട്ട് പോകും, നമ്മൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും, ലൈക്ക് പിന്നെ അത് മാത്രമല്ല അവരങ്ങോട്ട് പോകാനുള്ള റീസൺസ് എന്താ, നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്തിട്ടല്ല അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് എനിക്കത് കുറവായതുകൊണ്ടാണല്ലോ അവളുടെ അടുത്തേക്ക്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പക്ഷെ നമ്മളെ പറ്റി അനലൈസ് ചെയ്യുക, അവരവിടേക്ക് പോകാനുള്ള സാഹചര്യം അനലൈസ് ചെയ്യുക. പിന്നെ എനിക്ക് വേണം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ലൈക്ക് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അറ്റ് എ ടൈം ഒരാളും ഒരേ രീതിയിൽ പ്രണയിക്കില്ലല്ലോ, ഒരേ അളവിൽ പ്രണയിക്കില്ല, ഒരേ രീതിയിലും ആയിരിക്കില്ല. അവരോട് ലൈക്ക് അവരെ ഉമ്മ വയ്ക്കുന്നുണ്ടാവും, പിന്നെ അവരുമായിട്ട് നിങ്ങളുടെ സമയം കൈപിടിക്കുന്നുണ്ടാവും, ഒരുമിച്ച് നടക്കുന്നുണ്ടാവും, പക്ഷെ അതൊക്കെ വേറൊരു രീതിയിലായിരിക്കും. കാരണം നിങ്ങൾ രണ്ട് വ്യക്തികളായിട്ടാ ഈ പ്രണയം ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇവിടെ ലൈക്ക് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോ എന്തായാലും നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഉണ്ടായിരിക്കെ വേറൊരു വ്യക്തിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി അവർക്ക് എന്താ ആ തട്ടില് സ്നേഹം കുറച്ച് താഴ്ന്ന് തന്നെ ഇരിക്കും എന്നാണ് പൊതുവെ പഠനങ്ങളൊക്കെ പറയുന്നത്. ജോണി ഡെപ്പ് ഒരു ഇതിൽ പറയുന്നുണ്ട്, ഇഫ് യു ആർ ഇൻ ലവ് വിത്ത് 2 person at the same time, choose a second. Because if you loved the first one, you shouldn't have gone for the second one. ഞാനത് വിശ്വസിക്കുന്നില്ല. അല്ല, നമ്മള് ലൈക്ക് എനിക്കത്, അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു അപൂർണത ആ മനുഷ്യരിൽ തോന്നുകയും നമ്മൾക്ക് കുറച്ചും കൂടി അധികം അങ്ങനെയാണല്ലോ, നമ്മൾക്ക് ഒരാളെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വേറൊരാളുടെ അടുത്തേക്ക്. ഞാൻ അതിനൊരു ക്രോസ് ചെയ്യട്ടെ. എല്ലാ മനുഷ്യരും അപൂർണരായിരിക്കും,
തീർച്ചയായിട്ടും ആയിരിക്കും. അപ്പൊ ഞാനൊരു പ്രണയിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു മനുഷ്യൻ, അതായത് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ദീർഘകാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ പിരിയാൻ പറ്റാത്ത അത്രയും ആഴത്തില് പ്രണയമോ സ്നേഹമോ സൗഹൃദമോ ഒക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ആ വ്യക്തിയുടെ അവൈലബിലിറ്റി, ഇപ്പൊ ഞാൻ ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് സ്പേസിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്റെ വർക്ക് സ്പേസിൽ ഞാനൊരു നല്ല പാട്ടുകാരനാണ്, എന്റെ കൂടെ പാടുന്ന ഒരാളോട് എനിക്ക് പ്രണയം തോന്നാം. ഓക്കെ, അത് ആ ഒരു മൊമെന്റ് ആണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ എപ്പോഴും ആള് പാടാത്ത ആളാണെങ്കിൽ, ആള് ഡാൻസ് കളിക്കാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ ആള് നന്നായിട്ട് സംസാരിക്കാത്ത ആളാണെങ്കിൽ, അത്തരം ആളുകളോട് തോന്നുന്ന ഒരു വല്ലാത്ത അട്രാക്ഷൻ എല്ലാ മനുഷ്യർക്കും, എന്നോട് കണക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ടാവും. അപ്പൊ അങ്ങനെ തോന്നുന്ന ഒരു പ്രണയം ഭീകരമായിരിക്കും, അവിടെയും പ്രണയം സംഭവിക്കും. പക്ഷെ ഇത് ഈ വ്യക്തിയുടെ അപൂർണത എന്നൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അപൂർണതയാണ്, എല്ലാ മനുഷ്യരിലും ഉണ്ടാകാവുന്ന ഒന്നാണ്. അത് ഈ സെക്കൻഡ് പേഴ്സണിലും ഉണ്ടെന്നേ. സെക്കൻഡ് പേഴ്സൺ നന്നായിട്ട് പാടുന്ന ആളാണെങ്കിൽ ആള് നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളായിരിക്കില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ഈ മനുഷ്യന് വേണ്ട വേറെന്തൊക്കെ ലഭിക്കാത്തതായിരിക്കും. ഇത് ഇവിടുന്ന് ലഭിക്കുമ്പോൾ മാത്രമാണ് ഇയാൾ അതിന്റെ ബാക്കി വെച്ചിട്ട് അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈ പോർഷൻ അങ്ങ് വിഡ്രോ ചെയ്താൽ ഇദ്ദേഹവും അപൂർണമാണ്. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു അതിൽ ചെറിയൊരു ലൈക്ക് എനിക്ക് അഡ്രസ് ചെയ്യണമെന്ന് തോന്നിയൊരു പ്രശ്നം, ഒരു റിലേഷൻഷിപ്പ് ലൈക്ക് നമ്മൾ ഒരാളെ പ്രണയിക്കുന്നതിനേക്കാളും നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ സ്നേഹത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറെ വാല്യൂസ് ഉണ്ട്. ഇറ്റ്സ് എ ഡീൽ, ഇറ്റ്സ് എ എന്താ പറയാ ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസത്തിന് വളരെ വാല്യൂ ഉണ്ട്, ഹോപ്പിന്, അതിനൊക്കെ വേറെ എന്തിന് ലൈക്ക് സ്നേഹത്തിനേക്കാളും മേലെയാണ് ട്രസ്റ്റ്. ഓഫ് കോഴ്സ്, അതായത് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഒരാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നതിനേക്കാളും ഒരാൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ആളാണെന്ന് എനിക്ക് തന്നെ തോന്നും. നമുക്ക് അഭിമാനം തോന്നും. യെസ്, നമുക്ക് അഭിമാനം തോന്നും. ട്രസ്റ്റ് വർത്തി ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പേഴ്സണ്, ലൈക്ക് നമ്മൾ ട്രസ്റ്റ് വർത്തി ആണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിന്റെ ഡിഗ്നിറ്റിന്റെ ഒരു ഹാഫ് ഡിഫൈൻഡ് ആണ്. There is no debate about it. Okay, അപ്പൊ ഇവര് വയലേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യം. അതായത് ഈ വ്യക്തി, അതായത് ഈ രണ്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ രണ്ട് വ്യക്തിയായിട്ട് അറ്റ് എ ടൈം പ്രേമം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനത്തെ ചില ക്വാളിറ്റീസ് കുറവാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഡെഫിനറ്റ്ലി അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇവര് അത്ര ക്വാളിറ്റി ഉള്ള ആളല്ല, ജസ്റ്റ് നമുക്കൊരു വാലിഡ് റീസൺ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേരോട് പ്രണയം തോന്നാം, ഇറ്റ്സ് നാച്ചുറൽ. പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കെ മറ്റൊരു റിലേഷൻഷിപ്പിലാവുന്നത് ഈ ഒരു റീസൺ ആവും. ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ. പക്ഷെ ഒരു കാര്യം, ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പ്രണയം അനുഭവിക്കെ മറ്റൊരു വ്യക്തിയോട് ഒരു ഡീലും ഇല്ലാതെ മറ്റൊരു വ്യക്തിയുടെ പ്രണയം എനിക്ക് അനുഭവിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? അവിടെ റിലേഷൻഷിപ്പിലല്ല, സെക്കൻഡ് പേഴ്സൺ, അവിടെ പ്രണയമാണ്. അത് ഇവിടുത്തെ ഇതിന്റെ തട്ടിന്റെ വെയിറ്റിനെ കുറക്കുമോ? ഇല്ല. വേണമെങ്കിൽ പ്രണയാവും, അറിയണ്ട അല്ലെ? അല്ല, അങ്ങനെയല്ല. അവിടെയും നമ്മള് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വയലേറ്റ് ചെയ്യാണ്. ലൈക്ക് ഇറ്റ്സ് എ ഡീൽ ബ്രേക്കർ ആക്ച്വലി. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ പ്രണയിക്കൂ, നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. ബാക്കി നിങ്ങൾ സൗഹൃദമോ ബാക്കി എന്തോ നിങ്ങൾക്ക് പുലർത്താം. ഡെഫിനറ്റ്ലി. നമുക്ക് ഇനി വേറെ റിലേഷൻഷിപ്പോ വേണ്ടതെങ്കിൽ ജസ്റ്റ് ലിവ് ഇറ്റ് ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പേപ്പർ മെന്നെടുക്കൂ, തേക്കൂ അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടാൽ നമ്മൾ തേച്ചേക്കാം, വേറെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു പ്രശ്നം എന്താ അറിയോ, നമ്മളിത് തേക്കാൻ പലപ്പോഴും വൈകാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും മറ്റൊരാൾ തേക്കുമ്പോഴാണ് നമ്മൾ തേക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത്. ശരിക്കും തേക്കാനുള്ള റീസൺ അല്ലെങ്കിൽ ലൈക്ക് ഒരു നമ്മള് ഒരാൾക്ക് അധീനതയിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഊരി വരാൻ കുറച്ചും പ്രയാസമാണ്, അല്ലെങ്കിൽ ടോക്സിറ്റിക്ക് കുറച്ച് ബ്യൂട്ടി കൂടും. ഓക്കെ. വേറൊരു പ്രത്യേകത എന്താ പറയുക, തേക്കാൻ ശ്രമിക്കുന്ന ആള് തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന എല്ലാ ഭവിഷ്യത്തുകളെയും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനൊരു ഡിഫൻസ് മെക്കാനിസം തീർത്തിട്ടുണ്ടാവും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുമായിട്ടുള്ള അവരുടെ കണക്ഷൻസിൽ അവർ കുറേശ്ശെ വിച്ഛേദിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചെറിയൊരു പ്രോബ്ലത്തിനുള്ള സാധ്യത ഞങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് അവൾ അല്ലെങ്കിൽ അവൻ ചെന്ന് പറയാൻ സാധ്യതയുള്ളടത്തൊക്കെ ആദ്യമേ ഇദ്ദേഹം പോയിട്ടൊന്ന് അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇനിയൊരു ഇഷ്യൂ ഉണ്ടായാലും എനിക്ക് പാരലലി നിൽക്കാനോ മൂവ് ചെയ്യാനോ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇയാൾ സെറ്റിൽഡ് ആയിട്ട് ഫൈനലി ആണ് നമ്മൾ എന്ത് ചെയ്യുക, തേപ്പ് ഡിക്ലെയർ ചെയ്യാം, ഇല്ലേ? പക്ഷെ മറ്റേ വ്യക്തി അത് അറിയാതെ ഒരു രാത്രി മുതൽ ഒരു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രശ്നം മുന്നേ ഉണ്ടായതല്ലേ, പക്ഷെ അന്ന് അത് കുഴപ്പമായിരുന്നില്ലല്ലോ. ഇതിൽ എനിക്കൊരു ചെറിയ തിരുത്ത് തോന്നുന്നത്, മറ്റേ വ്യക്തി അന്നായിരിക്കില്ല അത് നോട്ടീസ് ചെയ്യുക. അതായത് അല്ല,
ഓക്കെ ഓക്കെ പറ. അതായത് ഒരു റിലേഷൻഷിപ്പിൽ മറ്റേയാള് തേക്കാൻ ഒരുങ്ങുമ്പോ തന്നെ അതിന്റെ ചില ലൈക്ക് എത്ര ഹൈഡ് ചെയ്താലും ചില കാര്യങ്ങള് അതായത് തേക്കണമല്ലോ, തേക്കുമ്പോ അതിനൊരു റീസൺ വേണമല്ലോ. ലൈക്ക് അതിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരാള് എക്സ്ക്യൂസ് വഴിയോ അല്ലെങ്കിൽ ചില പെരുമാറ്റത്തിലുള്ള വ്യത്യാസം വഴിയോ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് മറ്റേ വ്യക്തിക്ക്, അതായത് നമ്മൾ വളരെയധികം മറ്റേ വ്യക്തിന്റെ ഇമോഷൻസിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഒരാളെ പ്രേമിക്കുമ്പോൾ അവരുടെ മൈക്രോ എക്സ്പ്രഷൻസ് പോലും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ വ്യക്തിക്ക് അത് ലൈക്ക് ഈവൻ കോളിലാണെങ്കിൽ പോലും ആ ടോണിലുള്ള വ്യത്യാസമാണെങ്കിൽ ചെറുത് മതി ഇല്ലേ, മനസ്സിലാക്കാൻ വൈകാറുണ്ട്. ലൈക്ക് മനസ്സിലാക്കാൻ വൈകുന്നതിനേക്കാളും മനസ്സിലാക്കിയാലും അവിടെ അള്ളി പിടിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രണയത്തിലെ വേദന എന്ന് പറയുന്നത് ഒരു ആനന്ദമാണ്. അപ്പൊ ഇതില് ഇനി ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ, ഞാൻ കണ്ടിട്ടുള്ള സാധനങ്ങൾ പറയാം. ഒന്ന്, അവരുടെ സ്റ്റാറ്റസിൽ നിങ്ങളുടെ മുഖം കുറഞ്ഞു വരും. സ്റ്റാറ്റസ് ഇടുന്ന ആളുകളാണെങ്കിൽ അവരുടെ യാത്രകളിൽ നിങ്ങളോടൊപ്പം മറ്റാരൊക്കെയോ കൂടെ ഉണ്ടാവും. നിങ്ങൾ മാത്രമുള്ള യാത്രകളുടെ അളവുകൾ കുറയും. അല്ലെങ്കിൽ നിങ്ങളും അവരും സംസാരിച്ചിട്ടുണ്ടായിരുന്ന പല ഡിസിഷൻസും, അപ്പൊ ഒരു വണ്ടി എടുക്കുന്ന കാര്യമാവട്ടെ, അല്ലെങ്കിൽ ഒരേ കോളേജിൽ ജോയിൻ ചെയ്യുന്ന കാര്യമാവട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങൾ ആ ഡിസിഷൻസ് ഇങ്ങനെ ലോങ്ങിലേക്ക് തള്ളി നീക്കിയിട്ട് വേറെ എങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് ആ വ്യക്തിയുടേതായ ഒരു സ്പേസിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, എനിക്ക് ഇതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മള് ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുന്ന പല കാര്യങ്ങളും അവര് കട്ട് ചെയ്യും. അവര് പ്രസന്റിലായിരിക്കും, അവര് ഫ്യൂച്ചറിനെ പറ്റി ഹോപ്പ് ചെയ്യുന്നില്ല. അപ്പൊ അവര് മിക്കവാറും അതില് സംസാരിക്കാൻ അവർക്ക് ചിലപ്പോൾ ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം. പിന്നെ അവര് മെസ്സേജിലും പിന്നെ ലൈക്ക് നമ്മൾക്ക് വേണ്ടി തരുന്ന ടൈം അവൈലബിലിറ്റിക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാവും. വളരെ രീതിയിൽ അത് കുറഞ്ഞു വരികയും ഭാവിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന ചില സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ലൈക്ക് ആൻസറബിൾ ആണ് അല്ലെങ്കിൽ അവർ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് തോന്നുന്ന പല കാര്യത്തിലും അവർ എസ്കേപ്പ് ചെയ്യാനും അങ്ങനത്തെ ഒരു ടെൻഡൻസി അവരിൽ കൂടുതലും കാണാറുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അടുക്കുമ്പോൾ. പിന്നെ ക്വാളിറ്റി ടൈം നന്നായിട്ട് കുറയും. പിന്നെ ലൈക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ക്യൂസസ് ഒരുപാട് കൂടും. എക്സ്ക്യൂസ് പറയുന്നത്, അതായത് ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് കൂടും. പിന്നെ വേറെ ഇതിനേക്കാളൊക്കെ ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ ആർഗ്യൂ ചെയ്യുന്ന ചെറിയ വിഷയം പോലും അവർ പെരുപ്പിച്ച് വലിയ വിഷയങ്ങളാക്കി അവർക്ക് എന്തെങ്കിലും അവരിങ്ങനെ കാരണം കിട്ടാൻ വേണ്ടി നിൽക്കും. അതെ, ഇന്ന് അത് നമ്മൾ ചിലപ്പോ അവർക്ക് പല പട്ടങ്ങളും ചാർത്തി കൊടുക്കും. അപ്പൊ ഈ ഒരു സാധനത്തിൽ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്താ വെച്ചാല്, അപ്പൊ ഒരാള് ഡിസിഷൻ എടുത്ത് തേക്കുകയാണ്, മറ്റേയാളത് വൈകി മനസ്സിലാക്കും, അതിന് ഹിന്റുകൾ ലഭിച്ചിട്ടുണ്ടാവും, പക്ഷെ ആളുകൾ അത് അറിയാതെ ആയിരിക്കും ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഒരു മൊമെന്റിൽ തേച്ചു, ഈ തേപ്പ് ഭീകരമായിട്ട് പലരിലും അനുഭവിക്കും. പലപ്പോഴും തേക്കുന്ന ആള് ഇവിടുന്ന് രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തിയോട് പ്രണയം ആരംഭിക്കുകയോ അല്ലെങ്കിൽ സ്ട്രോങ്ലി ആളെ താങ്ങേണ്ട ഒരു മനുഷ്യനെ ആള് കണ്ടെത്തിയിട്ടേ ഉണ്ടാവും. അതായത് ഇവിടുത്തെ ഇമോഷൻസ് ഇല്ലാതെ ആള് പിന്നീട് അങ്ങോട്ട് അഭിനയിക്കായിരിക്കും ഒരു കാലം. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആ ഇമോഷൻസ് കട്ട് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല, ആള് രക്ഷപ്പെട്ട പോലെ ആൾക്ക് ഫീൽ ചെയ്യാം. പക്ഷെ രണ്ടാമത്തെ ആൾക്ക് അന്ന് വലിയൊരു കുഴിയിലേക്ക് വീണ പോലെയോ ആയിരിക്കും. പിന്നെ എത്ര ആൾക്ക് ഇഷ്ടം തോന്നുന്ന മനുഷ്യനോട് പോലും ദേഷ്യം തോന്നും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ അടുത്ത സുഹൃത്തുക്കൾ പ്രണയത്തിലായിരിക്കെ അവര് റിലേഷൻഷിപ്പിൽ വലിയ വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അവര് പിന്നെ എന്നെ വിളിക്കില്ല. അത് രക്ഷപ്പെട്ടിട്ട് ഇതൊരു കഥ പോലെ പറയും, എവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ വന്നിരുന്നു ലൈഫില്. അപ്പൊ അന്ന് എന്താ വെച്ചാൽ ഇത്രയും അടുപ്പം ഉണ്ടായിട്ട് പോലും അവർക്ക് നമ്മളോട് പറയാൻ പോലുള്ള ശക്തി ഇല്ലാത്ത അത്രയും ആഴത്തിൽ അവർ വീണുന്ന. ഇവരൊക്കെ വളരെ പൊളിറ്റിക്കലി ഉള്ള അടിപൊളി മനുഷ്യരും കൂടിയാ. അപ്പം ഈ ഒരു സാധനം ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ പാടാ. ഇനി ഞാൻ കണ്ട ഇതിന്റെ ഏറ്റവും വേസ്റ്റ് വേർഷൻ എന്താണെന്നറിയോ, ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ തേച്ചു, അതിനുശേഷം ഇവരുടെ ഡിസിഷൻസ് അതൊരു ഭീകര. നിങ്ങൾ തേച്ച അല്ലെങ്കിൽ നിങ്ങൾ തേക്കപ്പെട്ടാലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട്, കാമുകനോട്, കാമുകിയോട് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാ? എനിക്ക് ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലര് അതിനോട് ഭയങ്കര അഗ്രസീവ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലര് വളരെ ലൈക്ക് ന്യൂട്രലി കളയുന്ന ആളുകളുണ്ട്. ഏറ്റവും നമുക്ക് പറ്റുന്നത്, അതായത് നമ്മൾ ഒരാൾ അത്രയും സ്നേഹിച്ചിട്ട് നമ്മളൊരു ഇൻജസ്റ്റിസ് അനുഭവിച്ച് നമ്മൾ തേക്കപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ട്രൈ ടു ഇഗ്നോർ ദാറ്റ് പേഴ്സൺ. അതായത് കംപ്ലീറ്റ്ലി നമ്മൾക്ക്
നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം അവിടെ. അത്ര ഈസി അല്ല, ഒട്ടും ഈസി അല്ല. നമ്മൾ എത്രത്തോളം ഗാഢമായിട്ട് സ്നേഹിക്കുന്നോ അത്രത്തോളം താഴേക്കാണ് നമ്മൾ പതിക്കുന്നത്. അപ്പൊ അത് ഈസി അല്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മളുടെ സെൽഫ് ലവ്. ഈ ലോജിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യില്ല, അത് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റിയലൈസ് ചെയ്ത് വന്നേ പറ്റും. നമ്മളുടെ ആ പ്രണയത്തിന്റെ മൂടുപടം, ആ ഒരു ഇമോഷൻസിന്റെ കണ്ണിൽ കൂടെ നമ്മൾ കാണാൻ തുടങ്ങി, ലൈക്ക് തുടർന്നുകൊണ്ടേയിരുന്ന അതിനുള്ള സിറ്റുവേഷൻസ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ലൈക്ക് ഈ പറയുന്ന പോലെ സിമിലർ സ്മെല്ല്, നമുക്ക് മണം പോലും ചിലപ്പോൾ നമ്മളെ വളരെ മെമ്മറി വളരെ സെൻസിറ്റീവ് ആയിട്ട് കൊണ്ടുവരും. പിന്നെ അതുപോലെ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, നമ്മൾ പോവാറുണ്ടായിരുന്നു, ഒന്നിച്ച് പോകാറുണ്ടായ സ്ഥലങ്ങൾ, ഒന്നിച്ച് കഴിക്കാറുണ്ടായിരുന്നു ഫുഡ്, പിന്നെ കേൾക്കാറുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടാവും. ഈ ഇങ്ങനത്തെ ഏരിയ എന്നൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ പഴയ മെസ്സേജ്, ഫോട്ടോസ്, ഇതൊന്നും നമുക്ക് കാണാൻ ത്രാണിയില്ലാത്ത ആളുകളാണെങ്കിൽ ഒരിക്കലും അത് വെച്ചോണ്ടിരിക്കും, ഡിലീറ്റ് ചെയ്യുക. അത് ഡിലീറ്റ് ചെയ്യുന്നതില്ലേ, നമ്മൾക്ക് അത്രയും വിഷമായിരിക്കും ഇത് ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തോ നഷ്ടപ്പെടുന്ന പോലെയാ. അത് തന്നെ നമ്മള് ഇറ്റ്സ് എ പവർ ഓഫ് ലെറ്റ് ഗോ ഓഫ് തിങ്സ്. അതായത് നമ്മളെ വിട്ടുകളയാനുള്ള ശക്തി അത് നമ്മൾ സംഭരിച്ചേ പറ്റും. ഇതിൽ കൂടെയൊക്കെ നമ്മൾ അത് ചെയ്യാം. ദ പവർ ടു ലെറ്റ് ഗോ ഓഫ് തിങ്സ്. പിന്നെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ വ്യത്യാസമാണ് രണ്ടുപേരും. അപ്പോ ഇത് കഴിഞ്ഞിട്ട് ചിലര് പറയും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, അതായത് ഇതിന്റെ ആഫ്റ്റർ ഇത് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് പറയും. നിങ്ങൾ ശരിക്കും രണ്ടുപേരും വളരെയധികം പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിൽ തുടരാൻ പറ്റില്ല. അതെ, ഇത് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രണയിച്ചിട്ടില്ല എന്ന് അതിനർത്ഥം. യു വെർ ഇൻ എ റിലേഷൻഷിപ്പ് ബട്ട് യു നെവർ ലവ്ഡ്. ഓക്കെ, ഇനി ഒരാളാണ് പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ പറ്റില്ല. മറ്റേയാൾ ചിലപ്പോൾ പിന്നെ ഫ്രണ്ട്ഷിപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാകും, പക്ഷെ ഇയാൾക്ക് അത് പറ്റില്ല. ലൈക്ക് അതുപോലെ തന്നെ വൈസ് വേഴ്സ. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് മാക്സിമം നമ്മളുടെ വെർത്ത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് അവരോട് ലൈക്ക് ചിലപ്പോൾ നമ്മൾ വളരെ അബ്യൂസ്ഡ് ആയിട്ട് ഭയങ്കര ലൈക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യപ്പെട്ട്, അതെ, അത്രയും ബിട്രേ ചെയ്യപ്പെട്ട് നമ്മള് പുറത്ത് വന്ന ലൈക്ക് ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടൊക്കെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സിറ്റുവേഷൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് പക അവരോട് വളരെ പക വരിക, അവരെ സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തണം, അല്ലെങ്കിൽ അവരോട് റിവെഞ്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള തോന്നലുള്ളിൽ വരും. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തന്നെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വേറെ ആൾക്കാരോടത്ത് പറയാതിരിക്കുക. അത് നമ്മൾ ആ പേഴ്സൺ എത്ര മോശമാണെങ്കിലും പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അതെ, അഭിമാനം. അതിന് ക്ഷതം ഏൽപ്പിക്കാതിരിക്കാൻ നമ്മളുടെ ഒരു മാന്യത അവിടെ കാണിക്കുന്നത്, അവിടെ വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളുടെ മാന്യതയാണ്. പിന്നെ പലരും പറയാറുണ്ട് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഫോർഗീവ് ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും എനിക്ക് സെൽഫായിട്ട് എനിക്ക് തോന്നാറുള്ള ഞാൻ എന്നോട് ഇങ്ങനെ ചോദിക്കാറുള്ള ഒരു കാര്യം, നമ്മൾ അവരോടാണോ ഫോർഗീവ് ചെയ്യേണ്ടത്, നമ്മളോടാണോ ഫോർഗീവ് ചെയ്യേണ്ടത്? നമ്മളൊരു തെറ്റായ റിലേഷൻഷിപ്പിൽ ഇരുന്ന കാരണം നമ്മൾ ഫോർഗീവ് ചെയ്യാനാണ് പഠിക്കുന്നത്. അവർക്ക് എങ്ങനെ, അവര് ലൈക്ക് ഒരു വളരെയധികം തെണ്ടിത്തരം കാണിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ അവരടുത്ത് ക്ഷമിച്ചു കൊടുക്കാൻ പറയുന്നതിൽ അർത്ഥമില്ല. അത് അതായത് നമ്മൾ ആ പ്രശ്നത്തെ നിസാരവൽക്കരിക്കില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വില കുറച്ചാണ് നമ്മള് ഓക്കെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് നമ്മൾ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ സിറ്റുവേഷനിൽ, അതെ, ഞാനും കൂടെ ലൈക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു മിസ്റ്റേക്കില് പെട്ടുപോയി, അതിന് ഞാൻ എന്നോട് തന്നെ പുറത്തു കൊടുക്കുക. അതായത് ഞാൻ എനിക്ക് ബൗണ്ടറി വെക്കാത്തതിലും ഞാൻ എന്നെ തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം കൊടുത്തതിനും ഒക്കെ നമ്മളോട് തന്നെ ക്ഷമ പറയുക. നമ്മളോട് തന്നെ ഫോർഗീവ്. അതാണ് ശരിക്കും ഫോർഗീവ് എന്നുള്ള ഒരു എന്താ പറയാ, ഒരു ശരിയായ മെത്തേഡ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ അവരെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇഗ്നോർ ചെയ്യാ വേണ്ടത്. അങ്ങനെ ചെയ്ത ആളുകളെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ദം. കാരണം അവർക്ക് ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ല. നമ്മൾക്ക് മനസ്സിലായി ചിലപ്പോൾ അവർ ക്യാരക്ടർലെസ് ആയ ആളുകളായിരിക്കാം, ചിലപ്പോൾ അവർ ഒരു രീതിയിലും അവരെ പറ്റി തന്നെ വലിയ ബോധമില്ലാത്ത ആളുകളായിരിക്കാം. ഇങ്ങനത്തെ ആളുകൾ എന്തിനാണ്? ഇങ്ങനത്തെ ആളുകളെ ജസ്റ്റ് ഫോർഗീവ്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി ഹാവ് ടു റെസ്പെക്ട് ദെയർ ആൻഡ് അവർ പ്രൈവസി. അതൊരു നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്, നമ്മൾക്ക് ഒരു ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണത്. ഞാൻ ഇതിൽ എനിക്ക് ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഇമോഷൻ കാരണം നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ പലരും എന്ത് ചെയ്യും ചോദിച്ചാല്, ഫ്രണ്ട് സർക്കിളിൽ ഇപ്പൊ നിങ്ങൾ പോയിട്ട് പറയും. അപ്പം ഇതിൽ ഏറ്റവും വലിയ രസം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം പറയാം.
നമ്മള് നമ്മളുടെ ഈ പ്രശ്നം പറയാൻ പോകുന്ന അതേ വ്യക്തിയുടെ അടുത്ത് മറ്റേ ആൾ ഈ പ്രശ്നം പറയുകയോ അല്ലെങ്കിൽ ഈ പ്രശ്നം പറയാനുള്ള സാധ്യത മനസ്സിലാക്കി മുന്നേ ഒരു സാധനം അവതരിപ്പിച്ചിട്ടോ ഉണ്ടാവും. അപ്പൊ ഈ തേർഡ് പേഴ്സൺ ആക്ച്വലി ഇതിൽ എന്റർടൈൻ ചെയ്യും. ഓക്കെ ആണോടാ, ഓക്കെ കൂൾ, നീ എന്റെ ബെസ്റ്റ്. അപ്പൊ അപ്പുറത്ത് ഒരു ഷടാ അത് അവൾ അങ്ങനെ പറഞ്ഞടാ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞടാ, ആണോ. അപ്പൊ സത്യത്തിൽ എന്താ അറിയോ, ഇവിടെ പ്രോബ്ലം സോൾവിംഗ് അല്ല നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു രസമുള്ള ഒരു കഥ മാത്രമല്ല, ഈ കഥ ഡ്രൈവ് ചെയ്യാൻ ഇദ്ദേഹത്തിന് പറ്റും. എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കാര്യം തന്നെ ജസ്റ്റ് ഒന്ന് ടോൺ മാറ്റി ഇപ്പുറത്ത് വേറെ വരിക. അപ്പൊ ഒരു പക്ഷേ ഇവര് നന്നായിട്ട് പോകാവുന്ന രണ്ട് മനുഷ്യരോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് പാച്ചപ്പ് ആകാവുന്ന രണ്ട് മനുഷ്യരോ പോലും ആവും ചില ചെറിയ കേസസ് ഒക്കെ എടുത്താൽ. പക്ഷെ നിങ്ങൾ ഈ സാധനം ഒരു തേർഡ് പേഴ്സണോട് പറഞ്ഞോ, തീർന്ന്. അപ്പൊ ഈ ഒരു സാധനം കുറേ ആൾക്ക് അനുഭവം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരിക്കലും അറിയില്ല ഈ മനുഷ്യൻ ഇതിൽ ബോധപൂർവ്വം ഇടപെട്ടിട്ടുണ്ട്. ചിലപ്പോ ആ ഇടപെട്ട മനുഷ്യന് പോലും അറിയില്ല എന്റെ എന്റർടൈൻമെന്റ് ഇത്രയും ഇവരെ പ്രശ്നങ്ങളിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത്. അവരെന്തായാലും അടിപൊളിയല്ലല്ലോ. സോ ഇങ്ങനെ ആവട്ടെ. ഇതിൽ ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്താ അറിയോ, നമ്മളിപ്പോ ആ പെൺകുട്ടി അവിടെ പോയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ആളില്ലേ നമ്മളായിട്ടൊരു കണക്ഷൻ കീപ്പ് ചെയ്യും. എടാ എവിടെടാ, എന്താ മറ്റേ കുട്ടി വിളിച്ചിരുന്നോ, എന്തുണ്ട് വിശേഷമാണ്, ഇതൊന്നും അവരെ അറിയിക്കില്ല. അത് നമ്മളുടെ ഒരു ഹിന്റ് അങ്ങോട്ട് കിട്ടണം, എന്നാലേ ആ കണക്ഷൻ അവർക്ക് അവിടെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മള് ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ സങ്കടം പറയാം. പക്ഷെ ഈ സാധനം അനു പറഞ്ഞതുപോലെ എന്തെന്നെ സംഭവിച്ചാലും നിങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾ അല്ലെങ്കിൽ അത്രയും അടിപൊളി മനുഷ്യനായിരിക്കണം. അങ്ങനത്തെ ചാൻസ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ മാൻ. ഓക്കെ, രണ്ടുപേരും ഒരുപോലെ അറിയുന്ന അല്ലെ, അങ്ങനെയല്ലേ, എങ്ങനെയായിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം നമ്മൾ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം പോലും ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സണിന്റെ അടുത്ത് പറയാതിരിക്കുക. അതായത് ആളുകൾ നമ്മുടെ പെർസ്പെക്റ്റീവിലായിരിക്കില്ല മറ്റേ ആൾ തന്നെ കാണുന്നുണ്ടാവുക. അപ്പൊ നമ്മൾക്ക് ഉണ്ടായിരുന്ന ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഇയാൾ പറഞ്ഞ് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനും അത് കാരണം ബ്രേക്കപ്പ് ആവാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലായിരിക്കും. നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാ തീരെ പറയാതിരിക്കുക. അതായത് ഇങ്ങനത്തെ ഇവൻ എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മൾ പറയാതിരിക്കുക. നമ്മൾ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാർ പോലും അതിന് പറയാനൊരു യോഗ്യതയല്ല, അത്രത്തോളം ആഴത്തിൽ നോളേജ് ഉള്ള ആളുകളല്ല, അവർക്കതിന് പറഞ്ഞാലും ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ബെറ്റർ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നോക്കുക, ആവശ്യമെങ്കിൽ. അതായത് നമ്മൾക്ക് രണ്ട് വ്യക്തികൾക്കും തമ്മിൽ അത് സോൾവ്ഡ് ആയി അല്ലെങ്കിൽ അതിന് നമ്മൾ ഹെൽത്തി ആയിട്ട് പിന്നെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ലൈഫിൽ സ്റ്റക്കായി ഒരു വലിയ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന പല ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണലിനെ കാണുക. എന്നിട്ട് ചിലപ്പോൾ മറ്റേ ആള് വില്ലിങ് ആയിരിക്കില്ല വരാൻ, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോ ലൈക്ക് ഒരാള് പോയാൽ മതിയായിരിക്കും. അപ്പൊ നമ്മള് നമ്മളുടെ വേർഷനെങ്കിലും അവരെടുത്ത് പറയാം. നമ്മളുടെ വേർഷനുള്ള നമ്മളുടെ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ അവരെടുത്ത് പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾക്കുള്ള സൊല്യൂഷൻ എങ്കിലും അവര് തരും. ഏറ്റവും ബെറ്റർ നിങ്ങൾ തമ്മിൽ ഇപ്പൊ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കാനുള്ളത് കൊടുത്ത് വാങ്ങാനുള്ളതൊക്കെ വാങ്ങി പറയാനുള്ളതൊക്കെ പറഞ്ഞ് പിരിയുന്നതായിരിക്കും. അതായത് പിന്നെ അയ്യോ ഞാൻ അത് അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പിന്നെ നമ്മൾ കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കംപ്ലീറ്റ്ലി എൻഡ് ചെയ്ത് വരുന്നതാണ് നല്ലത്. അയാൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കാതിരിക്കുകയാണ് ബെറ്റർ. പക്ഷെ അങ്ങനെ സംഭവിച്ചാലും എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അത്രയും ടോക്സിക് ആയിട്ടുള്ള അങ്ങനത്തെ എൻവയോൺമെന്റിലാണ്. അപ്പോൾ ഇനി അങ്ങനെ സംഭവിച്ച ലൈക്ക് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇങ്ങനെ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കൂൾ. ആക്ച്വലി നമ്മൾക്ക് നന്നായിട്ട് അവരടുത്ത് വൃത്തിക്ക് കാര്യങ്ങൾ പറയാം. ഇനി ഒരാൾ ലൈക്ക് നിങ്ങളിത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൽ പോയി സംസാരിക്കുക, ആർഗ്യൂ ചെയ്യും, പിന്നെ തല്ലുണ്ടാക്കാനും പോവാണ്ടിരിക്കുക. കാരണം നമ്മൾ കൂടുതൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരാനേ ആവില്ല. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ബെറ്റർ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളുടെ വേർഷനെങ്കിലും ക്ലിയർ ചെയ്യാലോ. അതിന് വേണ്ടിട്ട് ഒരു തേർഡ് പേഴ്സന്റെ അടുത്ത് ഒരു അതെ ഇനിയിപ്പോ നമ്മളുടെ മിസ്റ്റേക്സ് നമ്മൾക്ക് കാണാൻ പറ്റാത്തത് അവര് പറഞ്ഞു തരായിരിക്കും. നമ്മൾക്ക് തന്നെ ഹീൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കാരണം കൂടി ആയിരിക്കും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ഉണ്ടാവുക. നമ്മൾക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ഉള്ളിൽ ചിലപ്പോൾ ചില ട്രോമാസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അധികം കണ്ടിട്ടുള്ളതാണ് ഈ റിലേഷൻഷിപ്പില് വൺസ് ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ട് അത് ഫൈറ്റ് ചെയ്ത് അത് തീർത്ത് അത് പിന്നെ ലൈക്ക് അവിടെ പിന്നെ ഒരു പ്രശ്നം വരില്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ അത് ഒഴിവാക്കിയാൽ പോലും അവർ ആ പാസ്റ്റിലുള്ള കാര്യങ്ങൾ എടുത്തോണ്ട് ലൈക്ക് അത് വീണ്ടും ആ ഹിസ്റ്ററി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആ പ്രോബ്ലം ഇങ്ങനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കും. നീ ഇങ്ങനെയായിരുന്നു, നീ അങ്ങനെയായിരുന്നു, അവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അവരൊരു മോശം വ്യക്തി ആയതുകൊണ്ടല്ല, പക്ഷെ അവർക്ക് അത്രയും ചിലപ്പോൾ അവർ ട്രോമാറ്റിക് ആയിരിക്കും.
ഒരു രോഗിയായിരിക്കും. അതെ, അവർക്ക് പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് അത് അവർക്ക് ഭയങ്കര ഒരു പിന്നെ റെഡ് ഫ്ലാഗ് ആയിട്ടാണ് അവരത് കാണുന്നത്. അതുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും റെഡ് ഫ്ലാഗ് ആയിട്ട് അവർ കണ്ടില്ലെങ്കിലും അവരെ അതിങ്ങനെ മുറിവേറ്റുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അത് അവര് ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ ഓരോരോ വശങ്ങളും ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു എനി പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അഡ്രസ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടെ, ബ്രേക്കപ്പ് പറഞ്ഞു. ബ്രേക്കപ്പ് ആയ രണ്ട് വ്യക്തികളുടെ പാച്ചപ്പിന്റെ സാധ്യത എവിടെയാ? സിറ്റുവേഷൻസ് കാരണം ബ്രേക്കപ്പ് ആയെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ വീട്ടിൽ സമ്മതിക്കില്ല, അതായത് ഒരു എക്സ്റ്റേണൽ ഫാക്ടറിന്റെ കാരണമാണ് നമ്മൾ ബ്രേക്കപ്പ് ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പാച്ചപ്പ്, അതായത് ബ്രേക്കപ്പ് ആണെങ്കിൽ മാത്രം എസ്പെഷ്യലി തേപ്പ് കിട്ടിയ ആളില്ലേ, അയാൾ ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല. കാരണം തേക്കാനുള്ള സാധ്യത കൂടുതലെന്ന് മാത്രമല്ല, വൺസ് നമ്മൾ അവരുടെ അടുത്തുനിന്ന് ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുണ്ടാവും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അബ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, ടോക്സിസിറ്റീസ് ഉണ്ടായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ നമ്മളെ പരിഗണിച്ചിട്ടുണ്ടാവില്ല അവര് വേണ്ട രീതിയിൽ. നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട പോലെ ആയിരിക്കില്ല ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മള് അവർക്ക് ഡിസേർവ് ചെയ്യാത്ത സ്നേഹം നമ്മളവിടെ കൊടുത്ത് അത് പൊട്ടിപ്പോയതാണ്. ഒരിക്കലും നിങ്ങൾ തിരിച്ചു പോകാൻ പാടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള കേസിലൊക്കെ തേക്കപ്പെട്ട ആളില്ലേ വീണ്ടും അതിൽ ഇനീഷ്യേറ്റീവ് എടുക്കും, ആൾക്കെന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ട്. അപ്പൊ ഏതോ ഒരു മൊമെന്റിൽ ഇയാളെ മിസ് ചെയ്യുമ്പോൾ മറ്റേ വന്നിട്ട് നമുക്ക് വീണ്ടും പാച്ചപ്പ് ആവാം. എന്നിട്ട് ഒരു 2-3 മാസം പോകും, വീണ്ടും ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കപ്പ് ആവും, പിന്നെയും കുറഞ്ഞ് ഇങ്ങനെ ടോക്സിസിറ്റിയുടെയും ഇമോഷണൽ പ്രോബ്ലത്തിന്റെ ഇടക്ക് ജീവിക്കുന്ന 5-6 വർഷം ജീവിക്കുന്ന ഒരു 3 വർഷത്തിനിടെ 30 ബ്രേക്കപ്പ് നടന്നിട്ടുള്ള ആളുകൾ എനിക്കറിയാം. പക്ഷെ ഈ പ്രശ്നം എവിടെയാന്ന് വെച്ചാല് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെന്ന് ഇമോഷണൽ കാരണം ഒന്ന് ഇവർക്ക് ഇതിനേക്കാൾ നന്നായിട്ട് ഇവരെ ധൈര്യത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു മനുഷ്യനില്ല. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഇവർ സ്നേഹിച്ചിട്ടുള്ള പ്രണയം അനുഭവിച്ചിട്ടുള്ള ഇവരെയാണ്. അപ്പൊ ഇത് ലോകത്തെ ഏറ്റവും അടിപൊളി മനുഷ്യൻ ഇവരാണെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ്. ഇവരെ ചുണ്ട്, ഇവരുടെ മുടി, ഇവരെ ചിരി, ഇവരെ മണം, ഇവരുടെ നിറം, ഇവരുടെ സ്പേസ്, ഇവരുടെ വണ്ടി, ആകെ ഇവരായിരിക്കും. തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഈ സാധനം കൊണ്ട് തന്നെ തേച്ചാലും പിന്നെ പാച്ചപ്പ് എന്ന് പറയാൻ പാടില്ല, ഏതൊക്കെയോ രീതിയിൽ ചിലപ്പോ തേച്ച ആള് പോലും പിന്നൊരു സാഹചര്യത്തിൽ ഓക്കെ ഇത് കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്ന, കുറച്ചുകൂടെ ഇനി ഒന്നുകൂടെ തുടരാം എന്ന് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ആൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുകയും വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാറുണ്ട്. സോ ഇങ്ങനത്തെ ഇത് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, ഇതൊരു ഭീകര അവസ്ഥയാണ്. കാരണം ഒന്ന് അവരുടെ ഹീൽ ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ഹീൽ ചെയ്യുന്നില്ല. അവരെപ്പോഴും ആ മനുഷ്യന്റെ സ്പേസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതെ, രക്ഷപ്പെടുന്നില്ല. അവർ ആ ലൂപ്പിൽ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുക. ആ ലൂപ്പിൽ നിന്ന് അവര് അത് പ്രോബബ്ലി അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറ്. നമ്മള് എപ്പോഴും ഇറ്റ്സ് വെരി ഹാർഡ് ആക്ച്വലി. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസിയേ അല്ല. അതൊക്കെ ഓക്കെയാണ്. എന്നാലും നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനായിരിക്കണം ഏറ്റവും നമ്മളോടുള്ള സെൽഫ് വർത്ത്. നമ്മൾ അത്രയും നമ്മളെ താഴ്ത്തിയിട്ട് അയാളെ നമ്മളെക്കാളൊക്കെ മേലെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മള് ആദ്യം ആ വിഗ്രഹത്തിൽ നിന്ന് ആദ്യം ഇല്ല, ഒരിക്കലും നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് വേണ്ട ഇനീഷ്യേറ്റീവ് ഒക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മളാൽ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ശരി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടേക്ക് പോകാൻ, പ്രത്യേകിച്ച് എത്ര സ്നേഹിച്ച ഒരാളാണെങ്കിൽ നമുക്ക് അവരെന്തൊക്കെ ചെയ്തിട്ടും എത്ര ഉപദ്രവിച്ച് എത്ര ടോക്സിക് ആയിട്ട് പോയതാണെങ്കിലും ശരി നമുക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ടെൻഡൻസി നമുക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോ ഇതിനൊക്കെ നമ്മൾ മറികടന്ന് നമ്മളൊരു ചലഞ്ചായിട്ട് ഇതിനെ ഈ സിറ്റുവേഷനെ, ഈ വൂൺസിനെ, ട്രോമാസ് ഒക്കെ നമ്മൾ ഹീൽ ചെയ്തേ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ നെക്സ്റ്റ് ഒരു റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ പോലും ഇതിൽ നിന്നൊക്കെ മാറിയാൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ ആ വ്യക്തി തിരിച്ചു വരാണ്ട് നിന്നാലും നമുക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഹീൽഡ് ആയിരിക്കണം. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു പാസ്റ്റ് ബേർഡൻസ് ഒന്നും ചുമക്കുന്നില്ല. അതെ, ഒന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മളൊരു നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പോലും പാടുള്ളൂ. എനിക്ക് കിട്ടിയിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടതുമായിട്ടുള്ള ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു ഉപദേശമാണ്, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ അതിന്റെ പ്രശ്നം തീർക്കാൻ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകും, എല്ലാം ശരിയാവും. ഇയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, പ്രശ്നമില്ലാത്ത അടുത്തൊരു പരിശീലനം എന്നിട്ട് ഓടിപ്പോകും. അയ്യോ, അത് വളരെ തെറ്റായിട്ടുള്ള, ഇതിലും വലിയൊരു അബദ്ധത്തിലേക്ക് അവരിനി പോകാനില്ല. ഇനി ഞാൻ ഇതിനൊരു രസകരമായ സൊല്യൂഷൻ പറയട്ടെ. പുതിയ തലമുറ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അനു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബെസ്റ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ബെസ്റ്റിയെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അടുത്ത സെക്ഷനിൽ നമ്മൾ ബെസ്റ്റീസിനെ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സെഷനിൽ നമുക്ക് എന്താ പറയാ,
ബെസ്റ്റി ബെസ്റ്റ് ആണോ, അല്ലെങ്കിൽ ബെസ്റ്റി ഒരു റിലേഷൻഷിപ്പിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നിങ്ങൾക്ക് ഒരു ബെസ്റ്റി ഉണ്ടായിരിക്കണോ അല്ലെ? യെസ്. ഓക്കെ, എന്നാ പിന്നെ ശരി. ബൈ.